ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ പരീക്ഷ ഈസി ആവാനും കൂട്ടുകാർക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ടാണ് ടീച്ചർ ഇന്നത്തെ ഒരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ കൂട്ടുകാർ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. വീക്കിലി 3 ഡേയ്സ് ആയിരിക്കും ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് പോയാലോ. അപ്പം നമുക്ക് മിസ്സ് പറഞ്ഞു ഇന്ന് മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മാത്സിൽ ടീച്ചർ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞതാണ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടിലുള്ള കൂട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യം ടീച്ചർ ഇംഗ്ലീഷ് മീഡിയംകാരുടേതായിരിക്കും പറയേണ്ടായിരിക്കുക, അതിനുശേഷം അതിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻസും പറയൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ്സ് കളർ ദി പൂക്കളം എന്നതാണ് അല്ലേ. ലെറ്റ്സ് കളർ ദി പൂക്കളം, അതായത് അവിടെ ഒരു പൂക്കളം തന്നത് കണ്ടോ, ആ പൂക്കളത്തിന് നിറം നൽകാം എന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം അല്ലേ. ലെറ്റ്സ് കളർ ദി പൂക്കളം. നോക്കിക്കേ മക്കളെ, ലുക്ക് അറ്റ് ദി പൂക്കളം ഡ്രോൺ ബൈ പീലിമോൾ, ഫൈൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ബിലോ ആൻഡ് കളർ ദി പൂക്കളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മക്കളെ? നമ്മുടെ പീലി വരച്ചിട്ടുള്ളൊരു പൂക്കളമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മക്കളോട് പറഞ്ഞാൽ നമുക്ക് താഴെ കുറച്ച് നമ്പേഴ്സ് തന്നത് കണ്ടോ ബോക്സിൻ്റെ അകത്ത്. ആ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനായിട്ട്, അതായത് അവയുടെ ആകെ തുക കാണാനായിട്ട്, എന്നിട്ട് എന്ത് ചെയ്യാൻ, കിട്ടുന്ന ആൻസർ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള പൂക്കളത്തിന് നിറം നൽകാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് മക്കളെ നമുക്ക് അവിടെ തന്നിട്ടുള്ളത്? ആഡ് ചെയ്യാനായിട്ടുള്ള കണക്കുകളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. വേഗം നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പം സമ്മ് കിട്ടിയതിന് ശേഷം, അതായത് ആഡ് ചെയ്തിട്ടുള്ള തുക കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, ഏതാണോ ആ നമ്പർ നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു ഇതളുണ്ടെങ്കിൽ അതിന് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ നോക്കിക്കേ, 2 + 3 ആണ് അല്ലേ. 2 കൂട്ടണം 3 എത്രയാണ് മക്കളെ? 2ഉം 3ഉം ചേർത്താൽ നമുക്കറിയാം 5 അല്ലേ, 5 ആണ്. അടുത്തത് 4 കൂട്ടണം 5 അല്ലേ. മക്കൾ പല കൂട്ടുകാരും പല രീതിയിലായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണോ ആഡ് ചെയ്യാൻ പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ മക്കൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 4 + 5 എത്രയാണ് മക്കളെ? യെസ്, 9 ആണ് ആൻസർ വരുന്നത് അല്ലേ. 9 ആൻസർ വരുന്നത്. അടുത്തത് നമുക്ക് 3 + 4 അല്ലേ മക്കളെ ചെയ്യേണ്ടത്. 3 + 4 ആണ് അല്ലേ. 3 കൂട്ടണം 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 3 കൂട്ടണം 4 എത്രയാണ്? 3 + 4 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ, 7 ആണ്. അടുത്തത് 1 + 2 വളരെ സിമ്പിളാണ് അല്ലേ. 1 കൂട്ടണം 2 എത്രയാണ്? 3 ആണ്. അടുത്തത് 3 + 5 ആണ് അല്ലേ. 3 കൂട്ടണം 5 എത്രയാണ്? 8 ആണ്. അടുത്തത് 5 + 6 എത്രയാണ് മക്കളെ? 11 ആണ് അല്ലേ, 11 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവിടെ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം സമ്മ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഫ്ലവറിൽ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവറിന് നല്ല ഭംഗിയുള്ള നിറങ്ങളൊക്കെ കൊടുക്കാം അല്ലേ. നമുക്ക് യെല്ലോ കളർ തന്നെ എന്ത് ചെയ്യാം, ഫ്ലവറിന് കൊടുക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ആൻസർ ഏതാണ്? 5 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 5 എന്ന് പറയുന്ന ഈ ഒരു ഇതളിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കളർ കൊടുക്കണം കേട്ടോ. കറക്റ്റ് യെല്ലോ ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ആണ് അല്ലേ. ഗ്രീനിഷ് യെല്ലോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മക്കൾ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അതിനനുസരിച്ച് കളർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതേ നമുക്ക് 4 + 5 എത്ര കിട്ടി? 9 എന്നും കിട്ടി. 9 എന്നുള്ള നമ്പർ ഇവിടെ ഉണ്ടോ മക്കളെ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതളിനും കളർ ചെയ്യാം. ഈ ഒരു ഇതളിനും നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്യാം അല്ലേ. 9നും നമ്മൾ എന്ത് ചെയ്തു, കളർ ചെയ്തു. ഇനി അടുത്തത് നോക്കിക്കാം മക്കളെ, 3 + 4 നമുക്ക് 7 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 ഇതാ ഇവിടെ. അപ്പോൾ 7നും നമ്മൾ എന്ത് ചെയ്യാം, കളർ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ, 1 + 2 എത്രയാണ്? 3 ആണ് കിട്ടിയിട്ടുള്ളത്. അതും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനും കളർ ചെയ്യാം. 3ക്ക് നമ്മൾ എന്ത് ചെയ്തു, കളർ ചെയ്തു. ദെൻ നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ, 3 + 5 എത്രയാണ്? 8 ആണ്. 8ഉം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 8ന് സെയിം കളർ തന്നെ കൊടുക്കുക. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ഇന്ന കളർ നൽകണമെന്നൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് കൂട്ടുകാരുടെ ഇഷ്ടത്തിന് കൊടുക്കുക കേട്ടോ. അടുത്ത നോക്കിക്കുക മക്കളെ, 5 + 6 അല്ലേ. 5 കൂട്ടണം 6 എത്രയാണ്? 11 കിട്ടിയിട്ടുള്ളത്. അതിനും മക്കൾ എന്ത് ചെയ്യുക, കളർ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇതളുകൾക്കെല്ലാം കളർ ചെയ്തു. ഇനി വേണമെങ്കിൽ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭംഗിക്ക് അവിടെയും കൂടി കളർ ഇരുന്നോട്ടെ അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, റെഡ് കളറാണ് മിസ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ റെഡ് കളറും കൊടുത്തു. അപ്പോൾ നോക്കിക്കേ മക്കളെ, നല്ല ഭംഗിയുള്ളൊരു പൂവ് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇത്തരത്തിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു ചിത്രത്തിന് നിറം നൽകി പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നല്ലോ മക്കളെ. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ലെറ്റ്സ് ത്രെഡ് ബീഡ്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, മുത്ത് കോർക്കാം എന്നതാണ് കേട്ടോ. മുത്ത് കോർക്കാം എന്നുള്ള പ്രവർത്തനമാണ് മലയാളം മീഡിയംകാർക്ക് വരിക. നോക്കിക്കേ മക്കളെ, എന്താണ്, ലുക്ക് അറ്റ് ദി നെക്ലേസ് മെയ്ഡ് ബൈ പീലിമോൾ, അമ്മു ആൻഡ് നിത എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ അമ്മു, അതുപോലെ തന്നെ പീലി, അതുപോലെ തന്നെ നിത കോർത്തെടുത്തിട്ടുള്ള നെക്ലേസുകളുടെ ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ നെക്ലേസ് ഏതാണെന്ന് മനസ്സിലായോ. ആദ്യത്തെ നെക്ലേസ് അമ്മുവിൻ്റെതാണ്, അടുത്തത് പീലിയുടേതാണ്, അടുത്തത് നിതയുടേതാണ് കേട്ടോ. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, ഹൗ മെനി ബേർഡ്സ് ആർ ഇൻ പീലീസ് നെക്ലേസ് എന്നാണ് ചോദിച്ചത്. പീലിയുടെ നെക്ലേസിൽ എത്ര മുത്തുകളുണ്ട്, എത്ര ബീഡ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. എത്രയാണ് മക്കളെ, ഏതാണ് പീലിയുടെ നെക്ലേസ് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം അല്ലേ. ആദ്യം തന്നത് അമ്മുവിൻ്റെതാണ്, രണ്ടാമത് തന്നതാണ് ആരത്, പീലിയുടേത്. അപ്പോൾ അതിൽ എത്രയുണ്ട് മക്കളെ നോക്കിക്കേ. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യാം അല്ലേ. എല്ലാവരും കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11. ഇനി മലയാളത്തിലൊന്ന് എണ്ണി നോക്കിക്കേ മക്കളെ. 1 2 3 4 5 6 7 8 9 10 11. എത്ര ബീഡ്സാണ്, എത്ര മുത്തുകളാണ് നമ്മുടെ നീലിയുടെ നെക്ലേസിലുള്ളത്? യെസ്, 11 മുത്തുകളാണ്. കൃത്യമായിട്ട് എണ്ണി നോക്കിയാൽ മതി മക്കളെ, നമുക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ മെനി ബീഡ്സ് ആർ ഇൻ അമ്മൂസ് നെക്ലേസ്. അമ്മുവിൻ്റെ നെക്ലേസിൽ എത്രയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് എണ്ണിക്കുക മക്കളെ. 1 2 3 4 5 6 7 8. എത്രയാണ് മക്കളെ? 8 നെക്ലേസ് ആണ്, 8 മുത്തുകളാണ് അല്ലേ. 8 മുത്തുകളാണുള്ളത്. അടുത്ത നോക്കിക്കേ മക്കളെ, ഹൗ മെനി ബീഡ്സ് ആർ ഇൻ നിദാസ് നെക്ലേസ്. നിതയുടെ നെക്ലേസിൽ എത്രയുണ്ട്? വേഗം എണ്ണിക്കുക മക്കളെ. 1 2 3 4 5 6 അല്ലേ. എത്രയാണുള്ളത്? 6 മുത്തുകളാണുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ പീലിയുടെ നെക്ലേസിൽ 11 മുത്തുകളും അമ്മുവിൻ്റെ നെക്ലേസിൽ 8 മുത്തുകളും നിതയുടെ നെക്ലേസിൽ 6 മുത്തുകളാണുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ മെനി മോർ ബീഡ്സ് ഡസ് പീലീസ് ഗാർലാൻഡ് ഹാവ് ദാൻ നിദാസ് ഗാർലാൻഡ് എന്നാണ് ചോദിച്ചത്. അതായത് നിതയുടെ മാലയിലുള്ള, അതായത് നെക്ലേസിലുള്ളതിനേക്കാൾ ഹൗ മെനി മോർ ബീഡ്സ് അല്ലേ, എത്ര മുത്തുകൾ കൂടുതലാണ് നിതയുടെ നെക്ലേസിലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം നിതയുടെ നെക്ലേസിൽ 6 മുത്തുകളും പീലിയുടെ നെക്ലേസിൽ 11 മുത്തുകളാണുള്ളത്. അപ്പം നിതയുടെ നെക്ലേസിലുള്ളതിനേക്കാൾ എത്ര മുത്ത് അധികമാണ് പീലിയുടെ നെക്ലേസിലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ 6 എവിടേക്ക് എത്തിക്കണം മക്കളെ? 11 എത്തിക്കണം. 6 കഴിഞ്ഞിട്ട് മക്കളൊന്ന് എണ്ണിക്ക്, എത്ര ചേർക്കുന്ന സമയത്താണ് 11 6 കഴിഞ്ഞിട്ട് 7 8 9 10 11 അല്ലേ. എത്ര വിരൽ നൂർത്തിയപ്പോൾ 11 കിട്ടി നോക്കിക്കേ. 1 2 3 4 5 5 വിരലുകൾ നൂർത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത് മക്കളെ? 11 കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം അതിനർത്ഥം എന്താണ്? 5 മുത്തുകൾ അധികമാണ് ആർക്കുള്ളത്? നമ്മുടെ പീലിക്ക് അല്ലേ. മറ്റവളെ നമ്മുടെ നിതയേക്കാൾ 5 മുത്ത് കൂടുതലാണ് പീലിക്കുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതേ രീതിയിലാണ് കൗണ്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക, ഹൗ മെനി ലെസ് ബീഡ്സ് ഡസ് നിത ഗാർലാൻഡ് ഹാവ് ദാൻ അമ്മൂസ് ഗാർലാൻഡ് ആണ്. അതായത് അമ്മുവിൻ്റെ മാലയിലുള്ളതിനേക്കാൾ എത്ര മുത്തുകൾ കുറവാണ് നിതയുടെ ഗാർലാൻഡിൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം അമ്മുവിൻ്റേത് 8 ആണ്, നിതയുടേത് എത്രയാണ്? 6 ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അമ്മുവിൻ്റേത് 8, നിതയുടേത് 6. അപ്പോൾ 6 നമ്മൾ എവിടേക്ക് എത്തിക്കണം? 8 എത്തിക്കണം. അപ്പോൾ ഇതിനായിട്ട് എത്ര വിരലുകൾ നമ്മൾ എണ്ണണം മക്കളെ? 6 കഴിഞ്ഞിട്ട് ഒരു വിരൽ നൂർത്തിക്ക് 7, അടുത്ത വിരൽ നൂർത്തിക്ക് 8. അപ്പോൾ എത്ര വിരലുകൾ നൂർത്തി? 2 വിരലാണ്. അപ്പോൾ എത്രയാണ് മക്കളെ? 2 എണ്ണമാണ് കുറവുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫിൽ ദി എംപ്റ്റി ബോക്സസ് എന്നാണ്. അതായത് ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കൂ എന്നതാണ്. കംപ്ലീറ്റ് ദി നമ്പർ സർക്കിൾ. ഇത് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ ഇത്തരത്തിലുള്ള നമ്പർ സർക്കിളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇപ്പം നോക്കിക്കേ, സെൻറ്ററിലുള്ള നമ്പർ ഏതാണ്? 8 ആണ് അല്ലേ. അതിന് തൊട്ട് നേരെയുള്ളത് ഏതാണെന്ന് നോക്കിക്കേ? 2 ആണ്. ഇവിടെ എത്രയാണ്? 10 ആണ്. അതായത് 8 + 2 ആണ് എന്ത്?
10 വരുന്നത് അല്ലേ. 8ലേക്ക് 2 കൂട്ടിയാലാണ് 10. അടുത്ത് നോക്കിക്കുക മക്കളെ, 8 + 7 15 എന്ന് എഴുതിനല്ലേ. 8ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്? 15ആണ്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, അടുത്ത് നമുക്ക് ഇവിടെ 8ഉം തന്നിട്ടുണ്ട്, ഇവിടെ 9ഉം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ 8ലേക്ക് ഏതോ ഒരു നമ്പർ ഇവിടെ കൂട്ടിയാൽ 9ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8ലേക്ക് എത്ര കൂട്ടിയാലാണ് മക്കളെ 9 ആവുക? യെസ്, 8ലേക്ക് 1 ചേർത്താലാണ് 9. അടുത്ത് നോക്കിക്കുക മക്കളെ, 8ഉം 3ഉം ആണുള്ളത്. 8ഉം 3ഉം തമ്മിൽ കൂട്ടിയിട്ടാണ് ലാസ്റ്റ് കുളത്തിൽ എഴുതേണ്ടത് അല്ലേ. 8ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്? യെസ്, 11ആണ്. നമ്മൾ അവിടെ എന്ത് എഴുതണം? 11 വേണം എഴുതാനായിട്ട്. അടുത്തത് നമുക്ക് 8ആണ്. 8ലേക്ക് ഏതോ ഒരു നമ്പർ ഇവിടെ ചേർത്തപ്പോൾ 14 കിട്ടി. 8ലേക്ക് എത്ര ചേർത്താലാണ് മക്കളെ 14 കിട്ടുക? 8 കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണുന്നതിനനുസരിച്ച് മക്കൾ ഓരോരോ വിരലുകൾ നോർത്തണേ. മക്കൾ നോർത്തുന്ന വിരലിൻ്റെ ചിത്രമാണ് ടീച്ചറോട് വരയ്ക്കുന്നത്. 8 കഴിഞ്ഞിട്ട് 9, 10, 11, 12, 13, 14. ഇനി നിവർത്തി വിരലുകൾ ഒന്ന് എണ്ണിക്കുക മക്കളെ. 1, 2, 3, 4, 5, 6. അപ്പം 8ഉം 6ഉം ചേർത്താലാണ് എത്ര മക്കളെ? 16 അല്ലേ. 8 + 6 ആണ് എത്ര? 14 എന്ന് പറയുന്നത്. അടുത്തത് 8ലേക്ക് ഏതോ ഒരു നമ്പർ കൂട്ടിയാൽ 12 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 8 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. 9, 8 കഴിഞ്ഞിട്ട് എല്ലാവരും എണ്ണുക കേട്ടോ. 8 കഴിഞ്ഞിട്ട് 9, 10, 11, 12. എത്ര മക്കളെ? 1, 2, 3, 4. അപ്പോൾ 8ഉം 4ഉം ചേർത്താലാണ് എത്ര മക്കളെ? 12 എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എത്ര കിട്ടണം? 13 ആണ് അല്ലേ. 8ലേക്ക് എത്ര ചേർത്താലാണ് മക്കളെ? 8 കഴിഞ്ഞിട്ട് 9, 10, 11, 12, 13 അല്ലേ. എത്ര വിരലുകളാണ്? 1, 2, 3, 4, 5 വിരലുകൾ. അപ്പോൾ 8ഉം 5ഉം ചേർത്താലാണ് എന്ത്? 13 വരിക. അവിടെ ആൻസർ മക്കൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക മക്കളെ, 8ഉം 2ഉം ചേർന്ന് 10, 8ഉം 7ഉം 15, 8ഉം 1ഉം 9, 8ഉം 3ഉം 11, 8ഉം 6ഉം 14, 8ഉം 4ഉം 12, 8ഉം 5ഉം 13 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഇനി അതിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. കംപ്ലീറ്റ് ദി പാറ്റേൺസ് എന്നതാണ്. നോക്കൂ മക്കളെ, അതിൽ നമുക്ക് 4 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ചിത്ര പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ പാറ്റേണും വരുന്നുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാ മക്കൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, ഒന്നാമത്തതിൽ ഒരു വര അല്ലേ, അതിൻ്റെ മുകളിൽ ഒരു കുത്ത്, അത് മുകളിലേക്കാണ് വന്നത്. രണ്ടാമത്തേൽ എന്ത് ചെയ്തിട്ടുണ്ട്? 2 വരയും അതുപോലെ തന്നെ അതിൻ്റെ താഴേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. നേരത്തെ മുകളിലേക്കായിരുന്നു, ഇപ്പോൾ അത് നേരെ താഴേക്കാണ്. മൂന്നാമത് എത്തിയപ്പോൾ അത് എത്ര വരകളായിട്ട് മാറി? 3 വരകളായിട്ട് മാറി അല്ലേ. ഇനി അടുത്തതാകുമ്പോൾ എന്താവും മക്കളെ? 3 ഉള്ളത് 4 വരയാവും അല്ലേ. 1, 2, 3, 4. നേരത്തെ മുകളിലേക്ക് കുത്തായതുകൊണ്ട് ഇപ്പം എന്ത് വരും? താഴേക്കാണ് ആ ഡോട്ട് വരിക അല്ലേ. ഇതുപോലെയോ. ഇനി അടുത്തത് എന്ത് വരും? 5 ആണ് വരിക അല്ലേ. അത് നേരെ മുകളിലേക്ക് ഇരിക്കും. 1, 2, 3, 4, 5. ഇതേ രീതിയിലായിരിക്കും വരണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത്തരത്തിലുള്ള ചിത്ര പാറ്റേൺ വരികയാണെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതിൽ തന്നെയുള്ള സെക്കൻഡ് വൺ നോക്കൂ. അതിൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ള പിക്ചർ എന്താണ് മക്കളെ? ഒരു ട്രയാങ്കിൾ ആണല്ലേ, ഒരു ത്രികോണം, അതിൻ്റെ മുകളിലേക്കുള്ള ഒരു ത്രികോണമാണ് തന്നിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തെ പിക്ചറിലായപ്പോൾ എന്തായി? അത് താഴേക്കായി ഡയറക്ഷൻ മാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 എന്നുള്ളത് 2ആയി മാറിയിട്ടുണ്ട്. അടുത്ത ചിത്രത്തിലെത്തിയപ്പോൾ അത് 3 ആയിട്ടുണ്ട്. അതിന് എവിടേക്കാണ്? മുകളിലേക്കാണുള്ളത് അല്ലേ. ഇനി എത്രയാവും മക്കളെ? 4 എണ്ണം ആവും. അത് എവിടേക്കായിരിക്കും? താഴേക്കായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ താഴേക്ക് 1, 2, 3, 4 അല്ലേ. ഈ രീതിയിൽ വരൂ കേട്ടോ. മക്കൾ ഭംഗിയായിട്ട് വരയ്ക്കണേ. നിങ്ങൾക്ക് ചിത്ര പാറ്റേണൊക്കെ തരുന്ന സമയത്ത് മനസ്സിലാവുന്ന രീതി വരയ്ക്കുക. ദെൻ നമുക്ക് അടുത്തത് എന്ത് വരും? 5 എണ്ണം വരും അല്ലേ. അപ്പോൾ നോക്കിക്കേ, 1, 2, 3, 4, 5 അല്ലേ. ഇതേ രീതിയിലാണ് വരിക. 5 എണ്ണം എവിടേക്ക് വരും മക്കളെ? മുകളിലേക്കാണ് വരിക അല്ലേ. ഓക്കെ, ആദ്യത്തേത് മുകളിലേക്ക് വന്നു, പിന്നെ താഴെ വന്നു, വീണ്ടും മുകളിലേക്ക് വന്നു, പിന്നെ താഴോട്ട് വന്നു, വീണ്ടും മുകളിലേക്ക് വന്നു അല്ലേ. ഓക്കെ, ദെൻ തേർഡ് വൺ നോക്കിക്കുക മക്കളെ. അടുത്തത് നമ്പർ പാറ്റേൺ ആണ്. ആദ്യത്തെ നമ്പർ ഇതാ 35, 40, 45 അല്ലേ. 35, 40, 45 അല്ലേ. ഇവിടെ എത്ര വീതമാണ് കൂടി വരുന്നത് മക്കളെ? 5 വീതമാണ് കൂടി വരുന്നത്. ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും മക്കളെ? 45ലേക്ക് 5 ആഡ് ചെയ്തിട്ട് 50 ആവും അല്ലേ. 50 ആവും. 50ലേക്ക് വീണ്ടും 5 കൂട്ടിയാൽ 55 അല്ലേ. 55 എന്നാവും. 35, 40, 45, 50, 55 അല്ലേ. 35, 40, 45, 50, 55. ഇനി അടുത്ത് നോക്കിക്കുക മക്കളെ. 12, 22 ആയി, 22, 32 ആയി, 32 അടുത്തത് എത്രയായിരിക്കും മക്കളെ? 42, 42 അടുത്തത് 52 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 10 വീതമാണ് എന്തായി വരുന്നത്? ആഡായി വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ നോക്കിക്കേ. ലുക്ക് അറ്റ് ദി പിക്ചർ ഡ്രോൺ ബൈ ഫഹദ്, റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ഓർഡർ ആൻഡ് കംപ്ലീറ്റ്. അല്ലേ, നമുക്ക് താഴെ നമ്മുടെ ഫഹദ് വരച്ചിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മിസ്സായി പോയിട്ടുള്ള നമ്പേഴ്സ് സംഖ്യകളൊക്കെ കണ്ടെത്തിയിട്ട് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ വരുന്നതും സെയിം ഒരു പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്ക് 2 അവിടെ ആഡായി വരുന്നത് കേട്ടോ. ആദ്യത്തെ നമ്പർ നോക്കിയാൽ നമ്മൾ 12 ആണ്. 12 പിന്നെ 14 ആയി, 14 പിന്നെ 16 ആയി അല്ലേ. 16ലേക്ക് 2 ആഡ് ചെയ്താൽ എന്താവും? 18 ആവും. 18 എന്താവും? 20 ആവും. 20 22 ആവും. 22 24 ആവും അല്ലേ. അപ്പം 12 14 16 18 20 22 24 ഇങ്ങനെ 2 വിധമാണ് അവിടെ കൂടി പോകുന്നത് കേട്ടോ. അപ്പം മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 അതുപോലെ തന്നെ 5 അതുപോലെ തന്നെ 10 അല്ലേ, ഈ നമ്പേഴ്സ് കൂടി വരുന്ന രീതിയിൽ നമ്മൾ പറയാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് 2 4 6 8 എന്നിങ്ങനെ പറയാൻ, അതുപോലെ തന്നെ 5 10 15 എന്നീ ഓർഡറിൽ പറയാൻ, പിന്നെ 10 20 30 എന്നിങ്ങനെ ഓർഡറിൽ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്പർ പാറ്റേൺ ഒക്കെ വരുമ്പോൾ ആ ഒരു രീതിക്കാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പിന്നെ ടീച്ചർ പറഞ്ഞല്ലോ 89 രൂപയ്ക്ക് കൂട്ടുകാർ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാരുടെയും ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യൽ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.